അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇൻസ്റ്റാ പേ എന്ന ആപ്പിനെതിരെയാണ് കേസെടുത്തത്. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. സ്മൃതി, ഗുഡ് മോർണിംഗ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ലോൺ ആപ്പിനും ഒരു പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാവുകയും അത് അധ്യാപികയ്ക്കുൾപ്പെടെ ഈ രീതിയിൽ ലോൺ ആപ്പിൽ നിന്ന് കോൾ വരികയും തുടർന്നാണ് നിതിൻ രാജിനെ ഈ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ വിളിച്ചു വരുത്തി അവിടെ ഒരു ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെയുണ്ടായ ആത്മഹത്യയായിരുന്നു നിതിൻ രാജിൻ്റേത്. അതിനാൽ തന്നെ ഈ രീതിയിലുള്ള ഒരു പങ്ക് അത് ലോൺ ആപ്പിനും ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ അത് പോലീസ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിൽ ഈ ലത എന്ന അധ്യാപിക നൽകിയ പരാതിയിൽ സൈബർ സെൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് ഈ അധ്യാപികയ്ക്ക് ലോൺ ആപ്പിൽ നിന്ന് ലഭിച്ച ഈ നിരന്തരമായ ഭീഷണിയും സമ്മർദ്ദങ്ങളും ഫോൺ കോളും ഒക്കെ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ കേസ് അന്ന് രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെ ഈ വിവരങ്ങൾ ഈ സൈബർ സെൽ ചക്കരക്കൽ പോലീസിന് കൈമാറുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വമേധയാ ഒരു കേസ് ചക്കരക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഇൻസ്റ്റാ പേ എന്ന ഒരു ലോൺ ആപ്പിനെതിരെയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടക്കാൻ പ്രേരിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ജനുവരി മാസത്തിലാണ് സ്മൃതി ഈ ലോൺ ആപ്പ് വഴി ഇൻസ്റ്റാ പേ എന്ന ആപ്പ് വഴി നിതിൻ രാജ് എടുക്കുന്നത്. പിന്നീട് ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ നിരന്തരമായ ഭീഷണി നിതിൻ രാജിന് ഉണ്ടാകുന്നത്. അത് ഈ ലോൺ അത് തിരിച്ചടക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടായിരുന്നു. 15,000 രൂപയാണ് നിതിൻ രാജ് ഈ ആപ്പ് വഴി ലോൺ എടുക്കുന്നത്. തുടർന്ന് അത് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഈ രീതിയിലുള്ള ഭീഷണി, സമ്മർദ്ദം, ഭയപ്പെടുത്തലൊക്കെ ഈ ആപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കാര്യം കൂടി ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. നേരത്തെ ഏതായാലും ഈ സംഭവവുമായൊക്കെ ബന്ധപ്പെട്ട് 2 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഒന്ന് ഡോക്ടർ MK റാം, കൂടാതെ ഡോക്ടർ സംഗീത. ഈ 2 പേരെയും അന്വേഷണ വിധേയമായി കോളേജ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഡോക്ടർ റാമിനെ ഇന്നലെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം അത് കോളേജിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ 2 പേരെയും പിടികൂടുന്നതിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അവർ ഒളിവിലാണ് എന്നുള്ള മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്.